നമസ്കാരം. ഇലക്ഷന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസറുടെയും ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെയും ചുമതലകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രിസൈഡിംഗ് ഓഫീസർ മൊത്തത്തില് ഒരു പോളിംഗ് സ്റ്റേഷന്റെ മുഴുവൻ ചുമതലയും പിന്നെ ഈ പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. എന്നാൽ പോലും പ്രിസൈഡിംഗ് ഓഫീസർ അനക്സർ 3 പ്രകാരമുള്ള മെറ്റീരിയൽസ് ഏറ്റുവാങ്ങിയാൽ ഈ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ഒരു സെപ്പറേറ്റ് പ്രൈവറ്റ് ഡയറി അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം. ആ നോട്ട്ബുക്കിൽ എല്ലാം ഡീറ്റെയിൽസും എഴുതി വെക്കണം. അതായത് പോളിംഗ് സ്റ്റേഷന്റെ നമ്പർ, പോളിംഗ് സ്റ്റേഷന്റെ പേര്, നിയോജക മണ്ഡലം ഏതാണ്, പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്, ബാലറ്റ് യൂണിറ്റിന്റെ നമ്പർ, വിവിപാറ്റ് യൂണിറ്റിന്റെ മെറ്റൽ കേസിലുള്ള നമ്പർ, കൺട്രോൾ യൂണിറ്റിന്റെ നമ്പർ, ഇതൊക്കെ ഈ നോട്ട്ബുക്ക് അല്ലെ ഡയറിയിൽ സ്വന്തമായിട്ട് എഴുതി വെക്കണം. മറ്റൊന്ന് എഴുതി വെക്കേണ്ടത് പേപ്പർ സീല് ആണ്. പേപ്പർ സീല് എത്രയാണ് തന്നതെന്നുണ്ടാവണം. ഗ്രീൻ പേപ്പർ സീല് തന്നിട്ടുണ്ടാവും. ആ തന്നതിൽ ഏതാണ് ഉപയോഗിക്കാൻ പോകുന്നത് അതിൻ്റെയും എഴുതി വെക്കുക. തന്നത് ഒരു 3 എണ്ണമാണെങ്കിൽ 3 എണ്ണത്തിൻ്റെയും സീരിയൽ നമ്പർ ഉണ്ടാവും. അതിൽ ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് എഴുതി വെക്കുക. മറ്റൊന്ന് സ്ട്രിപ്സിൽ ഇല്ല ഇപ്രാവശ്യം, അതുകൊണ്ട് പിന്നെ വരുന്നത് സ്പെഷ്യൽ ടാഗാണ്. സ്പെഷ്യൽ ടാഗിന് നമ്പർ ഉണ്ട്. ആ നമ്പർ എഴുതി വെക്കുക. എത്ര എണ്ണമാണ് തന്നത് അതിൻ്റെയൊക്കെ നമ്പർ നമ്മൾ നോട്ട് ചെയ്യാൻ എഴുതി വെക്കുക. സ്പെഷ്യൽ ടാഗ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതാണോ അതിൻ്റെ നമ്പറും മുൻകൂട്ടി നമ്മൾ എഴുതി വെക്കുക. മറ്റൊന്ന് ടെൻഡേഡ് ബാലറ്റ് പേപ്പറാണ്. ടെൻഡേഡ് ബാലറ്റ് പേപ്പർ എത്ര എണ്ണം തന്നു, ആ തന്നത് ഫ്രം ടു അതിന് നമ്പർ ഉണ്ടാവും. ആ നമ്പർ ഫ്രം ടു ഏതാണ്, ഈ നമ്പറുകളും എഴുതി വെക്കുക. പിന്നെയുള്ളത് നമുക്ക് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി പൂരിപ്പിക്കാനുണ്ട്. ആ ഡയറിയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് നിശ്ചിത സമയത്ത് 2 മണിക്കൂർ ഇടവേളകളിൽ ലഭിക്കുന്ന ആൺ പെൺ വോട്ടുകളുടെ എണ്ണം ചോദിക്കുന്നുണ്ട്. അത് സ്വന്തം ബുക്കിൽ എഴുതി വെച്ചാൽ നമുക്ക് സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയിലേക്ക് മാറ്റിയാൽ മതി. മറ്റൊന്ന്, ടെസ്റ്റ് വോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വെക്കുക. ടെസ്റ്റ് വോട്ട് എന്താണെന്ന് ഞാൻ 2ാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് വോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ 2ാമത്തെ ടെസ്റ്റ് വോട്ടിൽ ആർക്കാണ് ഈ വോട്ടർ 2ാമത് വോട്ട് ചെയ്തത്, അയാളുടെ പേര്, അയാളുടെ ബാലറ്റ് പേപ്പറിലെ സീരിയൽ നമ്പർ, ഇവയൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അത് നമ്മൾ ബാലറ്റ് പേപ്പർ അക്കൗണ്ട്, അതായത് 17C ആവശ്യമുണ്ട്. ഓർമ്മിക്കുക, നമ്മൾ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വോട്ട് ചെയ്തപ്പോൾ ഉള്ള ഫോമുകളുടെ നമ്പർ അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്പറുകൾ മാറ്റമുണ്ട്. അവിടെ നമുക്കറിയാം 24 ആയിരുന്നു ബാലറ്റ് പേപ്പർ അക്കൗണ്ട്. ഇവിടെ അതേപോലെ അതല്ല, 17C ആണ്. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന്, ASD ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്താൽ അവരെ നിരീക്ഷിക്കണം. ASD ലിസ്റ്റ് ഞാൻ 2ാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ASD ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റീസ് ആയവര്, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു പോയവര്, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയവരുടെ ഒരു ലിസ്റ്റ്. അത് BLOയുടെ നേതൃത്വത്തിൽ റിട്ടേണിംഗ് ഓഫീസർ ഓരോ ബൂത്തിലേക്കുള്ളതും തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ലിസ്റ്റിൽപ്പെട്ട ഒരാൾ വോട്ട് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രിസൈഡിംഗ് ഓഫീസർ കർശനമായി നിരീക്ഷിക്കണം. അയാളുടെ ഐഡന്റിറ്റി പിന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് പുറമെ പ്രിസൈഡിംഗ് ഓഫീസറും ചെക്ക് ചെയ്യണം. ഡിക്ലറേഷൻ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊന്ന് നേരത്തെ എഴുതി വെക്കേണ്ടത്, നമുക്ക് മാർക്ക്ഡ് കോപ്പി ഓഫ് ദ ഇലക്ടർ റോൾ കിട്ടും. ഈ മാർക്ക്ഡ് കോപ്പി ഓഫ് ദ ഇലക്ടർ റോളിൽ ആ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ടവരുടെ എണ്ണം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ബൂത്തിലേക്ക് അർഹതപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ മൊത്തം സീരിയൽ നമ്പർ നോക്കണം. അതിൽ ചിലപ്പോൾ ഡിലീറ്റഡ് ഉണ്ടാവും. ആ ഡിലീറ്റഡ് ഒഴിവാക്കണം. PB ഉണ്ടാവും, പോസ്റ്റൽ ബാലറ്റ് ചുവന്ന മഷിയിൽ എഴുതിയിട്ടുണ്ടാവും, അവരെയും ഒഴിവാക്കണം. പോസ്റ്റൽ ബാലറ്റ് കൊടുത്ത ഒരാൾ ഇനിയിപ്പോൾ അയാൾ പോസ്റ്റൽ ബാലറ്റിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ പോലും ആ ബൂത്തിൽ വോട്ട് ചെയ്യാൻ അർഹനല്ല. അപ്പോൾ അതുകൊണ്ട് അവരെ ഒഴിവാക്കണം. EDC ആരെങ്കിലും ഉണ്ടെങ്കിൽ, EDC എന്ന് പറയുന്നത് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ആണ്. ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റിൽ ഒരാൾ പിന്നെ വോട്ട് ചെയ്യാനുള്ള സാധ്യത ഇപ്രാവശ്യം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ EDC ചെയ്യണമെങ്കിൽ ആ മണ്ഡലത്തിലെ ഒരു വോട്ടർ ആയിരിക്കണം.
ഒരു മണ്ഡലത്തിലെ വോട്ടർ തന്നെ മറ്റൊരു ബൂത്തിൽ, അയാളുടേതല്ലാത്ത ബൂത്തിൽ ഡ്യൂട്ടി എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ബൂത്തിൽ ഈ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് വെച്ച്, അതായത് EDC വെച്ചിട്ട് അവിടെ വോട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്രാവശ്യം എല്ലാ നിയോജക മണ്ഡലം മാറിയിട്ടാണ് ഡ്യൂട്ടി കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ EDC നടക്കില്ല. EDC നടക്കണമെങ്കിൽ അതാത് നിയോജക മണ്ഡലത്തിൽ തന്നെ ഡ്യൂട്ടി കിട്ടണം. അപ്പോൾ ഇതെല്ലാം മൈനസ് ചെയ്തിട്ടുള്ള എണ്ണമാണ് ആ ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത്. അതും നമ്മൾ ശ്രദ്ധിക്കാം. ഇനി ഞാൻ പറഞ്ഞു, അതാണ് ഈ നമ്പറും ഇതൊക്കെ സ്വന്തമായിട്ട് നേരത്തെ എഴുതി വെച്ചാൽ ഈ അവസാനത്തിലുള്ള തപ്പലുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. ഇനി പ്രിസൈഡിംഗ് ഓഫീസറെ പറ്റി പറയണമെങ്കിൽ, ചുമതലകൾ എന്ന് പറയണമെങ്കിൽ ഒരുപാട് ചുമതലകൾ വരുന്നതാണ് പ്രിസൈഡിംഗ് ഓഫീസർക്ക്. അപ്പോൾ ശരിക്കും എന്താന്ന് പറഞ്ഞാൽ പോളിംഗ് സ്റ്റേഷന്റെ മുഴുവൻ ചുമതലയും പ്രിസൈഡിംഗ് ഓഫീസർക്ക് ശരിക്കും. ഡ്യൂട്ടീസ് ഒക്കെ എല്ലാവരും കൂടി യോജിച്ചാണ് ചെയ്യുന്നത്. പരിശീലന ക്ലാസ്സുകളിൽ നിർബന്ധമായിട്ടും പങ്കെടുത്തിരിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ നിർദ്ദേശങ്ങളും അത് കയ്യിൽ വെക്കുകയും പാലിക്കുകയും ചെയ്യാം. EVM, VVPAT എന്നിവ ഉപയോഗിച്ചുള്ള വോട്ടെടുപ്പ് സംബന്ധിച്ച ഏറ്റവും പുതിയ നിയമങ്ങളെയും നടപടിക്രമങ്ങളെയും കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടായിരിക്കണം. ഈ EVMന്റെയും VVPATന്റെയും പ്രവർത്തനത്തെക്കുറിച്ചും അതിലെ വിവിധ ബട്ടണുകളെക്കുറിച്ചും സ്വിച്ചുകളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. മറ്റൊന്ന് സാമഗ്രികളുടെ ശേഖരണവും മെറ്റീരിയൽസിന്റെ കളക്ഷനും ക്രമീകരണവുമാണ്. പിന്നെ അടുത്തത് വോട്ടെടുപ്പ് സാമഗ്രികൾ ഏറ്റുവാങ്ങുമ്പോൾ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിക്കണം. വോട്ടിങ്ങിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കണം. വോട്ടർമാരുടെ ക്യൂ നിയന്ത്രിക്കാനും പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഇല്ലാതെ വോട്ടെടുപ്പ് നടത്താനും ശ്രദ്ധിക്കണം. ബാലറ്റ് യൂണിറ്റോ കൺട്രോൾ യൂണിറ്റോ VVPATോ ഒരിക്കലും നിലത്ത് വെക്കരുത്. അവ മേശപ്പുറത്ത് തന്നെ വെക്കണം. വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് വോട്ടിംഗ് മെഷീനിൽ വോട്ടുകൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തണം. മോക്ക് പോള് നടത്തണം. മെഷീനുകൾ കൃത്യമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ ആണ് ഈ ശരിക്കും മോക്ക് പോള് നടത്തുന്നത്. ഓരോ സ്ഥാനാർത്ഥിക്കും, അതായത് നോട്ട ഉൾപ്പെടെ കുറഞ്ഞത് ഒരു വോട്ട് വീതം ആകെ 50 വോട്ടുകളെങ്കിലും മോക്ക് പോളിൽ രേഖപ്പെടുത്തണം. അതിനുശേഷം കൺട്രോൾ യൂണിറ്റിലെ ഫലവും VVPAT സ്ലിപ്പുകളും തമ്മിൽ ഒത്തുനോക്കണം. പിന്നെ മോക്ക് പോളിന് ശേഷം മെഷീനിലെ ഡാറ്റ ക്ലിയർ ചെയ്യുകയും VVPAT ഡ്രോപ്പ് ബോക്സിലെ സ്ലിപ്പുകൾ നീക്കം ചെയ്യുകയും വേണം. അതിനുശേഷം ഈ ഡ്രോപ്പ് ബോക്സ് VVPAT ഡ്രോപ്പ് ബോക്സ് ഒഴിഞ്ഞതാണെന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ആദ്യ വോട്ടർ, നമ്മൾ വോട്ടെടുപ്പിന്റെ സമയത്ത് നമുക്കറിയാം 17A എന്ന് പറയുന്ന രണ്ടാം പോളിംഗ് ഓഫീസർ സൂക്ഷിക്കുന്ന രജിസ്റ്ററിൽ ആണ് ഈ വോട്ടർ ഒപ്പിടുന്നത്. അതിനു മുമ്പ് മെഷീനിലെ ആകെ വോട്ടുകളുടെ എണ്ണം 0 ആണെന്ന് ഒന്നാം പോളിംഗ് ഓഫീസർ പരിശോധിച്ചുറപ്പാക്കി ഫോമിൽ രേഖപ്പെടുത്തണം. ഇനി പറയാനുള്ളത് വയറുകളുടെ ക്രമീകരണമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കേബിളുകൾ VVPAT, പിന്നെ ബാലറ്റ് യൂണിറ്റും VVPATും CU ഒക്കെ കൺട്രോൾ യൂണിറ്റും ഒക്കെ തമ്മിലുള്ള വയറുകൾ, കേബിളുകൾ നിലത്തൂടി വലിയാതെ, അത് തൂങ്ങി നിൽക്കാതെ, ആൾക്കാരെ കാല് ഉപയോഗിച്ച് തട്ടിപ്പോകാതെ, മറിഞ്ഞു വീഴാതെ, അല്ലെങ്കിൽ മെഷീനുകൾ മറിഞ്ഞു വീഴാതെ ഒക്കെ ശ്രദ്ധിക്കേണ്ട. അത് ക്രമീകരണമൊക്കെ വളരെ ശ്രദ്ധാപൂർവം നടത്തേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. അതിന് അതിന് പറഞ്ഞിരിക്കുന്നത് ഈ വയറുകൾ, കേബിളുകൾ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി ഈ കേബിളിലെല്ലാം കൂടി മടക്കിയിട്ട് ഈ മേശയുടെ കാലിനോട് ചേർത്ത് സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാനാണ്. പിന്നെ പറയാനുള്ളത് വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർ അവരുടെ സ്ഥാനങ്ങളിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് പ്രിസൈഡിംഗ് ഓഫീസറാണ്. പോളിംഗ് ഉദ്യോഗസ്ഥരും ഏജന്റുമാരും സ്റ്റേഷനുള്ളിൽ അനാവശ്യമായി നടത്താൻ പാടില്ല. ആ നടക്കുന്നുണ്ടെങ്കിൽ തടയാം. എല്ലാവരും അവർക്ക് അനുവദിച്ച സീറ്റുകളിൽ തന്നെ ഇരിക്കണം. നിശ്ചയിച്ച കൃത്യമായ സമയത്ത് തന്നെ, ഇപ്പൊ 7 മണിക്കാണ് വോട്ടെടുപ്പ് നിശ്ചയിച്ചെങ്കിൽ ആ സമയത്ത് തന്നെ തുടങ്ങേണ്ട ഉത്തരവാദിത്വം ശരിക്കും പ്രിസൈഡിംഗ് ഓഫീസർക്കാണ്. പിന്നെ സ്ഥാനാർത്ഥികളെ, ഏജന്റുമാരെ വോട്ടിങ്ങിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നതിനെ കുറിച്ച് ബോധ്യപ്പെടുത്തണം.
പിന്നെ വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രഖ്യാപനം ഉറക്കെ വായിക്കണം, അതിൽ ഒപ്പിടുകയും വേണം. ഹാജരുള്ള ഏജന്റുമാരുടെ ഒപ്പും വാങ്ങണം. മറ്റൊന്ന്, വോട്ടർമാരുടെ നീക്കങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വോട്ട് ചെയ്യാതെ ആരും പുറത്തു പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പപ്പോൾ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറിയിൽ രേഖപ്പെടുത്തണം. നിശ്ചിത സമയങ്ങളിലൊക്കെ തന്നെ കൺട്രോൾ യൂണിറ്റിലെ ആകെ വോട്ടുകൾ പരിശോധിക്കണം. ടോട്ടൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ഒരാൾ വോട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത്, അല്ലെ റെഡി ബട്ടണൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന സമയത്തൊന്നും ടോട്ടൽ ബട്ടൺ അമർത്തരുത്. ഫ്രീ ആയിരിക്കുന്ന ഒരാൾ പൂർണ്ണമായും വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ബാലറ്റ് പ്രസ് ചെയ്യുന്നതിന് മുമ്പ് വേണം ഈ ടോട്ടൽ പ്രസ് ചെയ്തിട്ട് ടോട്ടൽ വോട്ട് നോക്കാൻ വേണ്ടി. കൃത്യമായ ഇടവേളകളിൽ ബാലറ്റ് യൂണിറ്റും വിവിപാറ്റും പരിശോധിക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായത്. അതായത് കൃത്യമായ ഇടവേളകളിൽ ബാലറ്റ് യൂണിറ്റും വിവിപാറ്റും പരിശോധിക്കണം. അതായത് നമ്മൾ ഈ ബാലറ്റ് യൂണിറ്റും വിവിപാറ്റും വെച്ചിരിക്കുന്നത് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലാണ്. അവിടെ നമ്മൾ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പ്രിസൈഡിംഗ് ഓഫീസറെ നിർബന്ധമായും ഇടയ്ക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഏജന്റുമാരെയും കൂട്ടി ആ കമ്പാർട്ട്മെന്റ് സന്ദർശിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ വോട്ടർമാർ ആരെങ്കിലും അതിൽ എന്തെങ്കിലും കേടുപാടുകൾ വരുത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇടവേളകളിൽ കൃത്യമായിട്ടും ഈ വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് പരിശോധിക്കാൻ പോകാം. പ്രിസൈഡിംഗ് ഓഫീസർ ഒറ്റയ്ക്ക് പോകേണ്ട, ഏജന്റുമാരെ കൂട്ടിയിട്ട് പോകണം. ഇനി വോട്ടെടുപ്പ് സമാധാനപരമായിട്ടും സുഗമമായും നടത്തുന്നതിന് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒരു വിവേകത്തോടെയുള്ള അല്ലെങ്കിൽ കർശനമായിട്ടുള്ളതും നിഷ്പക്ഷമായുള്ള പ്രവർത്തനം ആവശ്യമാണ്. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ബൂത്തിൽ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യണം. അത് തൽക്കാലം മറച്ചു വെക്കുക, അത്തരത്തിലുള്ള രീതികളൊന്നും പാടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച സമയത്ത് തന്നെ വോട്ടെടുപ്പ് അവസാനിപ്പിക്കണം. അപ്പൊ തുടങ്ങാൻ വൈകിയാലും സമയത്ത് തന്നെ അവസാനിപ്പിക്കണം. എന്ന് പറയുമ്പോൾ ക്യൂവിൽ അവസാനിക്കുന്ന സമയത്ത് ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അനുവാദമുണ്ട്. ആ സമയത്തിന് ശേഷം പുതിയതായി ആരെയും ക്യൂവിൽ ചേരാൻ അനുവദിക്കരുത്. അത് പോലീസ് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണം. ഇവിടെ വരെയാണ് ക്യൂ. അപ്പോൾ ആ ക്യൂവിലുള്ള ആൾക്ക്, ഏറ്റവും പുറകിലുള്ള ആൾക്ക് ഒന്ന് തൊട്ടിട്ട് സ്ലിപ്പ് കൊടുക്കണം. ഒന്നൊന്ന് തുടങ്ങി പുറകോട്ട് മുമ്പോട്ട് വരുന്നതനുസരിച്ച് സ്ലിപ്പ് കൊടുത്തിരിക്കണം. അതിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പുള്ള നമ്പർ ഇട്ട ഒരു സ്ലിപ്പാണ് നൽകണം. അത് നേരത്തെ ഒന്ന് തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. ഒരുപാട് പേരുടെ ഒന്നും വേണ്ടി വരില്ല. 10-30 പേരുടെയൊക്കെ ഒരു സ്ലിപ്പ് തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. അതിന് നിങ്ങൾ തന്നെ ഒരു വെള്ള പേപ്പറൊക്കെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. കട്ട് ചെയ്ത് ഒപ്പിട്ട് 1 മുതൽ 30 വരെയുള്ള നമ്പർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി വേണമെങ്കിൽ പേടിയുണ്ടെങ്കിൽ 50 വരെയുള്ള നമ്പർ എഴുതി വെക്കാം. ഇനി രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കണക്കെടുക്കണം. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 15 മിനിറ്റ് മുൻപ് തന്നെ സമയം കഴിയാറായ വിവരം അനൗൺസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ എല്ലാ വോട്ടെടുപ്പും കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തണം. അത് അമർത്തിയില്ലെങ്കിൽ നമുക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. പിന്നെ 17C പൂരിപ്പിക്കണം. എല്ലാ കവറുകളും മെഷീൻസും ഒക്കെ സീൽ ചെയ്യണം. 17C എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡർ ആണ്. ഇതിൽ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങുകയും അവർക്ക് അതിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും നൽകണം. കവറുകളൊക്കെ സീൽ ചെയ്യുക. നമ്മളുടെ ഈ 3 ബോക്സുകളും സീൽ ചെയ്യണം. സുരക്ഷിതമായിട്ട് അവയെല്ലാം കളക്ഷൻ സെന്ററിൽ ഏൽപ്പിക്കുകയും അതിന് റെസീറ്റ് കൈപ്പറ്റുകയും ചെയ്യേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസർക്ക് മൊബൈൽ ഫോൺ കൈവശം വെക്കാം. എന്നാൽ അത് നിർബന്ധമായും സൈലന്റ് മോഡിലായിരിക്കണം. ബാക്കി ആരും ബൂത്തിൽ വേറെ ഒരാളും ഏജന്റുമാരോ മറ്റുദ്യോഗസ്ഥരോ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. പ്രിസൈഡിംഗ് ഓഫീസർക്ക് ആവാം. പിന്നെ അതിനുശേഷം വോട്ടെടുപ്പ് കഴിഞ്ഞ് ക്ലോസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്യണം.
തുടർന്ന് ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും വിവിപാറ്റും തമ്മിലുള്ള ബന്ധം വേർപെടുത്തുക. ഇവയെല്ലാം അതാത് ക്യാരിയിങ് കേസുകളിൽ വെച്ച് സീൽ ചെയ്യണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ വിവിപാറ്റിലെ ബാറ്ററി നീക്കം ചെയ്തിട്ട് വേണം സീൽ ചെയ്യാൻ. അവസാനം കേട്ടോ, ആദ്യം തന്നെ ബാറ്ററിയിലേക്കൊന്നും വിവിപാറ്റ് കൊണ്ടുവന്നാൽ ഉടനെ ബാറ്ററിയിലേക്കൊന്നും പോകരുത്. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ വിവിപാറ്റിലെ ബാറ്ററി നീക്കം ചെയ്യണം. പിന്നെ അത് റിസപ്ഷൻ സെന്ററിൽ ഏൽപ്പിക്കേണ്ടതാണ്. പിന്നെ കാരിയിങ് കേസുകളിലൊക്കെ തന്നെ അഡ്രസ് ടാഗ് കൃത്യമായി പിടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉറപ്പുവരുത്തണം. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസറും റിട്ടേണിംഗ് ഓഫീസറും തമ്മിലുള്ള ഒരു കണ്ണിയായിട്ടാണ് സെക്ടർ ഓഫീസർ പ്രവർത്തിക്കുന്നത്. സെക്ടർ ഓഫീസർക്ക് പിന്നെ ആയിട്ട് നിരന്തരമായി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ്. ഓരോ 2 മണിക്കൂർ കഴിയുമ്പോഴും റിപ്പോർട്ട് വോട്ട് ചെയ്തവരുടെ എണ്ണം കണക്ക് നമ്മൾ നൽകേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെ, ഞാൻ എല്ലാം പറഞ്ഞു എന്നാ വിചാരിക്കുന്നത്, ഒരു ചുമതലയായിട്ട്. ശരിക്കും ഒരു ഇലക്ഷന്റെ പ്രൊസീജിയറിൽ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഫസ്റ്റ് പോളിംഗ് ഓഫീസറിലേക്ക് വരാം. ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ശരിക്കും ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ വോട്ടറിനെ തിരിച്ചറിയുന്നത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ്. എങ്ങനെ തിരിച്ചറിയാം? അത് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ, ഫോട്ടോ പതിച്ച ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡ് അദ്ദേഹം കൊണ്ടുവരും. അത് വെച്ചിട്ടാണ് ഈ വോട്ടറെ തിരിച്ചറിയുന്നത്. മറ്റൊന്ന്, മാർക്ക്ഡ് കോപ്പി ഓഫ് ദി ഇലക്ടർ റോളിന്റെ ചുമതലക്കാരനാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ. ഇനി നമ്മൾ ഈ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ കസ്റ്റഡിയിലാണ് മാർക്ക്ഡ് കോപ്പി ഓഫ് ദി ഇലക്ടർ റോൾ ഉണ്ടാവുക. ഒരാൾ വന്നു കഴിഞ്ഞാൽ, വോട്ടർ വന്നു കഴിഞ്ഞാൽ അയാളുടെ ID കാർഡൊക്കെ നോക്കി അയാളെ തിരിച്ചറിയാലുടൻ അയാളുടെ ക്രമനമ്പർ, വോട്ടർ പട്ടികയിലെ ക്രമനമ്പറും പേരും ഉറക്കെ വിളിച്ചു പറയണം. ആ സമയത്ത് പോളിംഗ് ഏജന്റുമാർ ശ്രദ്ധിക്കും, അവര് അദ്ദേഹത്തെ കാണും. അതേ സമയത്ത് തന്നെ സെക്കൻഡ് പോളിംഗ് ഓഫീസർ അദ്ദേഹത്തിന്റെ ഈ രജിസ്റ്ററിൽ, അതായത് 17A എന്ന് പറയുന്ന വോട്ടേഴ്സ് രജിസ്റ്ററിൽ ഈ സീരിയൽ നമ്പർ, ഈ ക്രമ നമ്പർ എഴുതുകയും ചെയ്യും. മറ്റൊന്ന്, ഈ വോട്ടർ നൽകുന്ന തിരിച്ചറിയൽ രേഖ പരിശോധിച്ച് പട്ടികയിലെ വിവരങ്ങളുമായിട്ട് ഒത്തുനോക്കണമെന്നാണ് ശരിക്കും പറയുന്നത്. അച്ഛന്റെ പേരുണ്ടാവും, വീട്ടുപേരൊക്കെ അതിനകത്ത് ഉണ്ടാവും, പേര് മാത്രമല്ല. ഇനി ഒരാൾ വോട്ട് ചെയ്യാൻ അനുവദിക്കപ്പെട്ടാൽ ഈ ഫോട്ടോ വോട്ടർ പട്ടികയിലെ, നമുക്കെല്ലാം ഫോട്ടോ വോട്ടർ പട്ടികകളിൽ ഒരു വോട്ടറുടെ ഫോട്ടോ അടക്കമുള്ള വോട്ടർ പട്ടികകളിൽ, ആ വോട്ടർ പട്ടികയിൽ പേരിന് മുകളിലൂടെ ചുവന്ന മഷിയിൽ ഡയഗണലായിട്ട്, എന്ന് പറഞ്ഞാൽ കോണോട് കോണ് വരയ്ക്കണം. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, സ്ത്രീ വോട്ടർമാരാണെങ്കിൽ ഈ ക്രമ നമ്പറിൽ ഈ വരയ്ക്കണം, കൂടാതെ ക്രമ നമ്പറിൽ വട്ടമിടുകയും വേണം. 2 കാര്യങ്ങളാണ്. കോണോട് കോണ് വരയ്ക്കണം, പിന്നെ സീരിയൽ നമ്പറിൽ അഥവാ ക്രമ നമ്പറിൽ ഒരു റൗണ്ട് അല്ലെങ്കിൽ വട്ടം ഇടണം. ഇനി സ്ത്രീ വോട്ടറും അല്ല, പുരുഷനും അല്ല, സ്ത്രീ വോട്ടറും അല്ല, ഒരു മൂന്നാമത്തെ ജെൻഡർ ആണെങ്കിൽ ആ ക്രമ നമ്പറിന്റെ അടുത്ത് തൊട്ട് താഴെയായിട്ട് ഒരു നക്ഷത്ര ചിഹ്നം ഇടണം. എല്ലായിടത്തും ക്രോസിംഗ് ഉണ്ട്. കോണോട് കോണുള്ള ക്രോസ് വര നിർബന്ധമാണ് എല്ലാത്തിലും. 3 ജെൻഡറിലും വേണം, ആണായാലും പെണ്ണായാലും മറ്റ് ജെൻഡർ ആയാലും വേണം. പക്ഷെ സ്ത്രീകളാണെങ്കിൽ ക്രമ നമ്പർ റൗണ്ട് ചെയ്യണം. ഇനി മൂന്നാമത്തെ ജെൻഡർ ആണെങ്കിൽ ഈ ക്രമ നമ്പറിന് താഴെ ഒരു നക്ഷത്ര ചിഹ്നം ഇടണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊരു ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ വോട്ട് ചെയ്ത സ്ത്രീ പുരുഷന്മാരുടെ കണക്കുകൾ രേഖപ്പെടുത്തണം. ഇപ്പൊ അതിന് നമ്പർ, നമ്മൾ 1 മുതലുള്ള നമ്പർ ടൈപ്പ് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. ഒരാളെ വിളിക്കുമ്പോൾ പുരുഷനാണെങ്കിൽ പുരുഷന്റെ നമ്പർ ക്യാൻസൽ ചെയ്യും, സ്ത്രീ ആണെങ്കിൽ സ്ത്രീയുടെ നമ്പർ ക്യാൻസൽ ചെയ്യും. കുറെ കഴിയുമ്പോൾ 8 പുരുഷനും 10 സ്ത്രീയും എന്നൊക്കെ കണക്ക് നമുക്ക് ലഭിക്കും. ഇനി കൃത്യമായി ഓരോ ഇന്റർവെൽസിലും, ഇടവേളകളിൽ പുരുഷനും സ്ത്രീയും എത്ര വോട്ട് വീതം ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വവും ആർക്കുണ്ട്? ഈ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് ഉണ്ട്. മറ്റൊരു കാര്യം, ഈ ഫസ്റ്റ് പോളിംഗ് ഓഫീസറെ ആ ബൂത്തിലെ രണ്ടാമനായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതായത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഏതെങ്കിലും തരത്തിലുള്ള അസാന്നിധ്യം വന്നാൽ ആ പ്രിസൈഡിംഗ് ഓഫീസറുടെ ചുമതലകൾ മുഴുവനും ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഉണ്ട്. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസറെ പോലെ തന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും മനസ്സിലാക്കിയിരിക്കണം.
കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ പറയുക എപ്പോഴും 4 പേരും അക്കാര്യം മനസ്സിലാക്കിയിരിക്കണമെന്ന്. ഇന്നത്തെ തേർഡ് പോളിംഗ് ഓഫീസറാണ് നാളത്തെ ഫസ്റ്റും പ്രിസൈഡിംഗ് ഒക്കെ. അത് മാത്രമല്ല, ഈ എല്ലാ കാര്യങ്ങളും പ്രിസൈഡിംഗ് ഓഫീസർ ഇങ്ങനെ ഓർത്തിരിക്കണമെന്നില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും ബാക്കി എല്ലാവരും പഠിച്ചു വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും നമുക്ക് കഴിയും. അങ്ങനെ ഇലക്ഷൻ വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. ഇനി ASD ലിസ്റ്റിൽ നിന്ന് ഒരു വോട്ടർ വന്നാൽ, ASD ലിസ്റ്റ് ഞാൻ രണ്ടാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആബ്സെന്റീസ്, ഷിഫ്റ്റഡ്, ഡെഡ്, അങ്ങനെ സ്ഥലം മാറിപ്പോയവരോ അല്ലെങ്കിൽ അവിടെ താമസമില്ലാത്തവരോ മരണപ്പെട്ടവരോ ഉള്ള ഒരു ലിസ്റ്റ് നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തരും മിക്കവാറും. അതായത് മെയിൻ വോട്ടർ പട്ടികയോടെ ഇലക്ട്രോളിനോട് അറ്റാച്ച് ചെയ്ത് തരും. ASD ലിസ്റ്റ് എന്ന് അതിന് പറയാം. അപ്പൊ ആ ASD ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ബന്ധപ്പെട്ട സ്ഥലത്തെ BLOയും നമ്മുടെ റിട്ടേണിംഗ് ഓഫീസറൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് ആരെങ്കിലും വോട്ട് ചെയ്യാൻ വന്നാൽ അപ്പോൾ തന്നെ അത് ഏജന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. പ്രിസൈഡിംഗ് ഓഫീസറുടെ ശ്രദ്ധയിലും പെടുത്തേണ്ടത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണ്. മറ്റൊന്ന്, എല്ലാ അർത്ഥത്തിലും ഈ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ശരിക്കും ഈ പ്രിസൈഡിംഗ് ഓഫീസറെ എല്ലാവരും സഹായിക്കണം. എസ്പെഷ്യലി ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസറുടെ എല്ലാ കാര്യത്തിലും സഹായിക്കേണ്ടതാണ്. ഇനി വോട്ടറുടെ ഐഡന്റിറ്റിയെ പറ്റി പോളിംഗ് ഏജൻസിന് ആക്ഷേപം ഉന്നയിച്ചാൽ, ഒരാളുടെ ക്രമനമ്പറും പേരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർ വിളിച്ചു, ആ സമയത്ത് ഒരാക്ഷേപം ഏജന്റുമാർ ഉന്നയിച്ചാൽ അക്കാര്യം പ്രിസൈഡിംഗ് ഓഫീസറുടെ ശ്രദ്ധയിൽ പെടുത്തണം. യാതൊരു കാരണവശാലും ഏജൻസുമായിട്ട് നമ്മൾ തർക്കത്തിൽ ഏർപ്പെടുകയോ അവരൊന്ന് പറയുമ്പോൾ നമ്മൾ 2 പറയുകയോ അല്ലെ മറ്റേതെങ്കിലും പോളിംഗ് ഓഫീസർമാര് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരമൊക്കെ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. മറ്റൊന്ന്, അന്ധരും അവസരവുമായിട്ടുള്ള വോട്ടർമാര്, അവർക്ക് സഹായി വേണമെങ്കിൽ അതിന് പ്രിസൈഡിംഗ് ഓഫീസറെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കാണ് ഉള്ളത്. ഇനി മറ്റൊന്ന്, ഏതെങ്കിലും കാരണവശാല് ഒരു ഉദ്യോഗസ്ഥന്റെ കുറവ് വന്നു, അദ്ദേഹത്തിന് പുറത്തേക്കൊന്നും പോട്ടെ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു താൽക്കാലിക സംവിധാനം എന്നുള്ളതിലേക്ക് കുറവ് വന്നാൽ വിരലിൽ മഷി പുരട്ടുന്ന ചുമതല കൂടി ഫസ്റ്റ് പോളിംഗിന് നൽകാൻ ശരിക്കും പ്രിസൈഡിംഗ് ഓഫീസർക്ക് അധികാരമുണ്ട്. മഷി പുരട്ടുന്ന ജോലി കൂടി താൽക്കാലികമായിട്ട് ആ പ്രിസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്ന് പറയുന്നതും വളരെ സീരിയസ് ആയിട്ട് ജോലി ചെയ്യേണ്ട ഒരു പോളിംഗ് ഉദ്യോഗസ്ഥനാണ്. അതിന്റെ കാരണം പലതാണ്. ഒന്ന്, നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ചിന്തിച്ചിരുന്നിട്ട് ഈ പേരൊക്കെ വിളിച്ചു, അപ്പോൾ അപ്പുറത്തെ ആളോടൊന്ന് സംസാരിച്ചു, മറ്റൊരു സംസാരിക്കുന്നത് നോക്കി, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ചില സന്ദർഭത്തിൽ നമ്മളിത് ക്രോസ് വരയ്ക്കാൻ മറന്നു പോകാം. അല്ലെങ്കിൽ ആണിന്റെയും പെണ്ണിന്റെയും നമ്പർ എഴുതിയെടുത്ത് ഏതെങ്കിലും ഒന്ന് ക്യാൻസൽ ചെയ്യാൻ വിട്ടുപോകാം. ഫലത്തിൽ എന്ത് വരും? നമ്മൾ അങ്ങനെ വരച്ചില്ലെങ്കിൽ എന്ത് വരും? നമ്മളെക്കാൾ കൂടുതൽ ഒരെണ്ണം വോട്ടേഴ്സ് രജിസ്റ്ററിൽ പേര് കൂടുതൽ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ ഈ ഫസ്റ്റ് പോളിംഗ് ഓഫീസറും എല്ലാ സമയവും നമ്മൾ കണ്ണും തലയും ഒക്കെ ഒരുപോലെ പ്രവർത്തിക്കണം. വേറെ നമ്മളുടെ ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്കും പോകാൻ പാടില്ല, മറ്റു സംസാരങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഏജൻസിമാർ പറയുന്നത് ശ്രദ്ധിച്ച് ഇവിടെയുള്ള വർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിവിടെ ഒരു വിധപ്പെട്ട എല്ലാ ചുമതലകളും പറഞ്ഞു കഴിഞ്ഞു. പ്രിസൈഡിങ്ങിന്റെയും ഫസ്റ്റ് പോളിംഗിന്റെയും പറഞ്ഞു കഴിഞ്ഞു. പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രിസൈഡിംഗ് ഓഫീസർ, പ്രത്യേകിച്ച് ഫസ്റ്റ് പോളിംഗും, ഓരോ ഓഫീസർമാരുടെയും കൃത്യമായ ഡ്യൂട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. അത് നിർബന്ധമാണ്. പ്രിസൈഡിംഗ് ഓഫീസർ ബാക്കി 3 ഉദ്യോഗസ്ഥരുടെയും, ഫസ്റ്റ് പോളിംഗും അങ്ങനെ തന്നെ, എല്ലാ ഉദ്യോഗസ്ഥരുടെയും ചുമതലകൾ എന്തൊക്കെയാണ്, വർക്ക്, അതായത് ഈ ഇലക്ഷന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് മനസ്സിലാക്കിയിരിക്കണം. ആരെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ അത് പറയണം. അത് ആ രീതിയിൽ ഏത് കാര്യങ്ങളിലും ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. സംശയം ഉണ്ടെങ്കിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല. ആ രീതിയിലേക്ക് നമ്മൾ എത്തണം. കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് വേണം നമ്മൾ പോളിംഗ് ഉദ്യോഗസ്ഥരായിട്ട് പോകാൻ വേണ്ടി എന്ന ഒരു അഭ്യർത്ഥനയോടെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.